ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ നമുക്ക് സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല നാടൻ സ്റ്റൈലിലുള്ള സാമ്പാറാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വാഷ് ചെയ്ത ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഇതൊന്ന് വേവിച്ചെടുക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും വരുത്തിയിട്ട് നന്നായി തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി സാമ്പാറിലോട്ടുള്ള വെണ്ടക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 വെണ്ടക്കായ കട്ട് ചെയ്ത് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. വെണ്ടക്കായ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഫ്രൈ ചെയ്യാതെ സാമ്പാറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വെണ്ടക്കായ എല്ലാം ഇവിടെ നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനിയും വെണ്ടക്കായ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ നമുക്ക് തേങ്ങയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ചേർത്ത് കൊടുക്കാം. 4 ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 4 വെളുത്തുള്ളി, കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലി, പച്ചമല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്, നമുക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, എന്തെങ്കിലും കുഴപ്പമില്ല. 2 ഉണക്കമുളക് പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ കരിഞ്ഞു പോവാതെ നന്നായി തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ തേങ്ങയെല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സിമ്മിൽ വെച്ചിട്ട് നമ്മൾ പൊടികളെല്ലാം ചൂടാക്കി എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതൊന്ന് എല്ലാം കൂടെ നന്നായി അരച്ചെടുക്കാം. പരിപ്പ് ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി തന്നെ വെന്ത് വരണം. അപ്പോഴാണ് നമ്മുടെ സാമ്പാർ നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ഞാനിവിടെ ഒരു ചെറിയ പീസ് കുമ്പളങ്ങ, ഒരു ചെറിയ പീസ് മത്തങ്ങ, ഒരു ക്യാരറ്റ്, ഒരു ചെറിയ പീസ് ചേന, ഒരു പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ ഒരു 2 മുരിങ്ങക്കായ, പിന്നെ ഒരു സവോള, ഒരു തക്കാളി, 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ ഒരു 10 വെണ്ടക്കായ അത് കട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതാദ്യം ഒന്ന് വേവിച്ചെടുക്കണം. വെണ്ടക്കായ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചതാണ്. ആദ്യം ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ച കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതിലേക്ക് ഇനി പുളി കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ഗ്ലാസ് വെള്ളവും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. 2 വിസിൽ വരുന്നവരെ വേവിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് എയർ പോയി തുറന്ന് നോക്കിയാൽ മതിയാവും. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ സാമ്പാർ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക്
ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടക്കായ കൂടെ ചേർത്ത് കൊടുക്കാം. വറുത്തരച്ച തേങ്ങ കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതേ പാത്രത്തിൽ തന്നെ അല്പം വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബോയിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സാമ്പാർ ഇവിടെ നന്നായി ബോയിലായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഇതുപോലെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സാമ്പാറൊന്ന് താളിച്ചെടുക്കണം. ഇപ്പോൾ പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടുകാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുക് ഉലുവയും പൊട്ടി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് 2 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചാൽ അല്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സാമ്പാർ ഇപ്പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് സാമ്പാർ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.